ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എ ലൈൻ ഫ്രണ്ട് ഓപ്പൺ കോട്ട് കോളർ കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റിന് 160 രൂപയാണ് വില വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ കുർത്തിക്ക് സാധാരണ മടക്കിയിടുന്നത് പോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. നമ്മൾ കോളർ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഷോൾഡർ കൂട്ടിയെടുക്കുക. ഞാനിവിടെ ഒരു 3/4 ഇഞ്ചോളാണ് ഷോൾഡർ കൂട്ടിയെടുക്കുന്നത്. 6.25 ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ വരുന്നത്. അതിൻ്റെ കൂടെ 3/4 ഇഞ്ചോളം കൂട്ടി 7.5 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തത്. നമ്മൾ ആ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ആം ഹോള് 7 ഇഞ്ച് തന്നെ, എൻ്റെ കറക്റ്റ് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മളവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ചെസ്റ്റ് സൈസ് വരുന്നത് 40 ചെസ്റ്റ് സൈസ് വരുന്നത്. 40നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 10 ഇഞ്ച് വരുന്നു. ഞാൻ 2 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 12 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 14.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ വിഡ്ത്ത് എനിക്ക് 9 ഇഞ്ചാണ് വരുന്നത്. 2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് 11 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ 2 പോയിൻറ്റ്സ് നമ്മൾ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എ ലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇനി ലൈൻ വരച്ച് യോജിപ്പിച്ചാൽ മതി. ഇനി നമ്മൾ താഴേക്ക് ഈ ലൈൻ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി താഴത്തുനിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമുക്കൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. ആം ഹോളിൻ്റെ ആ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൈക്കുഴി മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചാണ് ഞാൻ ആ കോർണർ ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് ആ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ഈ പോയിന്റിൽ നിന്നും തൊട്ട് താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ലൈൻ്റെ പുറത്തു കൂടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ കോളർ കുർത്തിയിലെ നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുക. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ബാക്ക് ആം ഹോളിലൂടെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് ഷോൾഡറിൻ്റെ ഭാഗം നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് ഇനി നമുക്ക് മാറ്റിയിടാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം, ഫ്രണ്ട് പാർട്ടിൽ ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇവിടെ ആം ഹോളിൻ്റെ ഭാഗം ഞാൻ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ട് നമ്മൾ സെൻറ്ററിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് 2 ഭാഗങ്ങളായിട്ടാണ് ഫ്രണ്ട് പാർട്ട് വരേണ്ടത്. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് 2 പീസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ പടി വയ്ക്കാനായിട്ട് സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പീസിൽ നിന്നും 3 ഇഞ്ച് വീതിയുള്ള പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ 2 പീസ് വേണം ഫ്രണ്ട് പാർട്ടിൽ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് നിവർത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇട്ട പോലെ തന്നെ ഇതുപോലെ തന്നെ 2 പീസും ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ 3 ഇഞ്ച് വീതിയുള്ള പീസ് നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വരുന്നത്. അപ്പം ഞാനിവിടെ 3 ഇഞ്ച് ആ പീസിൽ കൂടി ഒരുമിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. താഴേക്ക് നമ്മളിവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ കോട്ട് കോളറാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കുക. ബോക്സ് ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മളൊരു യു നെക്കാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു യു നെക്ക് ഇവിടെ വരച്ചെടുത്തു. അപ്പോൾ ഇനി നമ്മൾ ആ യു നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ആ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കോളറിൻ്റെ താഴത്തെ ഭാഗം കിട്ടുന്നത്. ഇപ്പം നമ്മൾ ആ യൂനെക്ക് ചെയ്ത ഭാഗത്ത് നമ്മളിതുപോലെ ടേപ്പ് വെച്ച് ഒരു 1.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൂടി അവിടെ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഒരു കട്ടിങ് അവിടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ആ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിനുള്ള ക്ലോത്ത് ഞാനിവിടെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9.5 ഇഞ്ച്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുക. ആം ഹോൾ ഷേപ്പ് 3.5 ഇഞ്ച്. അതിനുശേഷം നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് 5.25 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 6.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ആ 3.5 ഇഞ്ചിലേക്ക് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 10.5 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 12 ഇഞ്ചിലാണ് ലെങ്ത്ത് എടുത്തത്. നമ്മളിനി കട്ട് ചെയ്ത് മാറ്റി.
ഇനി നമ്മൾ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുകൾ വശം ഇവിടെ ഫോൾഡായിരുന്നു, അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തെടുത്തു. ഇനി നമുക്ക് 2 പീസും നമുക്ക് ഇതുപോലെ, ഞാനിവിടെ നല്ല വശം ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് മാത്രം ഒരു സൈഡ് വശം മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വശമാണ് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന ഭാഗമാണിത്. അവിടെ ഒരു ചെറിയ കട്ടിങ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു സൈഡ് വശമാണ് ഞാനിവിടെ നിവർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ 3 ഇഞ്ച് വീതിയുള്ള ആ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ മുകളിൽ ഒരു ചെറിയ 1.5 ഇഞ്ചിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും താഴെ വരെ 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയാണ് കട്ടിങ് വരുന്നത്. ഇവിടെ നിന്നും താഴേക്ക് നമ്മളൊരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വശം ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കട്ടിങ് കാണുന്നില്ലേ, അവിടെ തൊട്ടാണ് നമ്മൾ 1/2 ഇഞ്ചിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇപ്പുറത്തെ പീസും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അവിടെ കട്ടിങ് നമ്മൾ ഇട്ട് കൊടുക്കുക. കട്ടിങ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ 2 പീസിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വശം ആ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഉൾസൈഡിലേക്ക് തിരിച്ചിടാനാണ്. അപ്പോൾ ഇനി ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം ആ എഡ്ജ് ഭാഗം നമ്മൾ എന്തെങ്കിലും മൂർച്ചയുള്ള പെൻസിലോ മറ്റോ ഉപയോഗിച്ചോ ആ എഡ്ജ് കറക്റ്റായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ പീസും ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ ഭാഗം കിട്ടുന്നത്. അപ്പോൾ അവിടെ ആ കട്ടിങ് വരുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പുറത്തെ വശത്തേക്ക് ഇതുപോലെ ചിരിച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തെടുത്തത്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഷോൾഡർ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ കുർത്തി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളൊരു 1/2 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു 1/2 ഇഞ്ചിൽ നമ്മളൊരു യു ഷേപ്പാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. അത് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് കോളറിനുള്ള അളവുകൾ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ 1.5 ഇഞ്ച് എടുത്ത ഭാഗം തൊട്ടാണ് കോളറിനുള്ള മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2ആക്കി മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് 1.5 ഇഞ്ച് ആ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് തൊട്ട് നമ്മൾ ചുറ്റും ഇതുപോലെ അളന്ന് നോക്കുക. എനിക്കിവിടെ വരുന്നത് 6.25 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഞാനിവിടെ ഒരു പേപ്പറിൻ്റെ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ഈ പേപ്പർ ക്യാൻവാസിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത്തായിട്ട് ഞാനിവിടെ ഒരു 15 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കോളർ അളന്നപ്പോൾ കിട്ടിയത് 6.25 ഇഞ്ചാണ്. നമ്മൾ ടേപ്പ് ഇതുപോലെ 2ആക്കി മടക്കി വയ്ക്കുമ്പോൾ നമുക്കിവിടെ 13.5 ഇഞ്ചാണ് ടോട്ടൽ കോളറിൻ്റെ അളവ് വരുന്നത്. ഞാനിവിടെ ഒരു 15 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എടുക്കുക, നമ്മളൊരു കുറച്ചും കൂടി കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസ് ഇതുപോലെ 2ആക്കി ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ 6.25 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. അത് നമ്മളവിടെ മാർക്ക് ചെയ്യുക. 6.25 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തു. മുകൾ ഭാഗത്തും നമ്മൾ 6.25 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ പോയിൻറ്റ്സ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ആ മുകൾ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത ആ ഭാഗത്തു നിന്നും നമ്മൾ താഴത്തെ ആ ലൈനിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് നമ്മളിതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി താഴത്ത് നമ്മൾ ആ കോളറിൻ്റെ ആ ലൈൻ വരച്ച ഭാഗത്തു നിന്നും ഇതുപോലെ ടേപ്പ് വെച്ച് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തു നിന്ന് നമ്മളൊരു ഷേപ്പ്, ഇപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ മാർക്കിങ്. ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇപ്പോൾ ആ മാർക്ക് ചെയ്ത ചിരിച്ച ലൈനിൻ്റെ വരെ നമ്മളൊന്ന് അളന്ന് നോക്കുക. എനിക്ക് കറക്റ്റ് 6.25 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തു. ഇത് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് നമ്മൾ ഈ കോളർ ഒരു ക്ലോത്തിൻ്റെ റോങ് സൈഡിലാണ് നമ്മൾ ഈ കോളർ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ തന്നെ ഒരു പീസും കൂടി നമ്മൾ എടുക്കുക. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്ലോത്ത് ഇവിടുത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ മുകൾ ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സൈഡ് വശത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സൈഡ് വശത്ത് നിന്ന് ആ മുകൾ ഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മൾ കോളറിൻ്റെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 സൈഡ് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം, സ്റ്റിച്ചിൽ കൊള്ളാതെ. നമുക്കപ്പോൾ തിരിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനാണ്. ഇനി നമുക്ക് ഇത് തിരിച്ച് നല്ല വശത്തേക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ നമ്മൾ ആ എഡ്ജ് ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ എഡ്ജ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി കോളർ നെക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ താഴത്തെ ഭാഗം, അതായത് ക്യാൻവാസ് ഉള്ള ഭാഗമാണ് നമ്മൾ നെക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ കോളറിൻ്റെ സൈഡ് വശം കണ്ട ഇതുപോലെ ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ആ നെക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ 1.5 ഇഞ്ച് നമ്മൾ അവിടെ ഒരു കട്ടിങ് വന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ കോളർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോളർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം തൊട്ടാണ് നമ്മൾ ആ നെക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ 1.5 ഇഞ്ച് വരുന്ന ആ ഭാഗം തൊട്ട് നമ്മളിതുപോലെ ചുറ്റും നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ക്യാൻവാസുമ്മ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്, ആ താഴത്തെ ആ തുമ്പിൽ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയതിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നാണ് നമ്മൾ കോളർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ ചുറ്റും നമ്മളൊന്ന് കോളർ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നല്ല നീറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഉൾസൈഡ് ഇനി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പ് മുകളിലേക്ക് ഇതുപോലെ അങ്ങനെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ കോളറിൻ്റെ മുകൾ ഭാഗം ഉള്ളിലേക്ക്, താഴത്തെ ഭാഗം ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെക്കുക. അപ്പോൾ ഈ അറ്റത്തുനിന്ന് തൊട്ട് അതേണ്ട അറ്റത്ത് ഇതുപോലെ നിൽക്കുന്നുണ്ടാവും. അത് നമ്മളിത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ആ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കോളർ ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾസൈഡും ഇതിൻ്റെ ബാക്ക് സൈഡും നല്ല നീറ്റായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിലൂടെ മടക്കി വെച്ച ആ പീസ്, 3 ഇഞ്ച് വീതിയുള്ള പീസ് നമുക്ക് ആ മുകളിൽ നിന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഉൾസൈഡ് ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ കോളറിൻ്റെ ആ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അറ്റഭാഗം ഇതുപോലെ മടക്കുക. പിന്നെ നമ്മൾ ആ 3 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് 2 സൈഡിലേക്ക് ഇതുപോലെയാണ് മടക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കോളർ വരുന്നത്. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ട് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എത്ര ഭാഗം വരെ കോളർ വരുന്നു അവിടെ നിന്ന് തൊട്ട് താഴേക്ക് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ബട്ടൺസ് വെക്കുക. അപ്പോൾ താഴെ എത്തുമ്പോൾ നമ്മൾ കുറച്ച് ഓപ്പണായിട്ട് ഇതുപോലെ ഓപ്പണായിട്ട് കിടക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് പാർട്ടിൽ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ നല്ല വശവും ഷോൾഡറിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിലൂടെ 2 സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ 2 സ്ലീവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ൻ്റെ സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവിൽ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. അവിടെ നിന്ന് നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരെ നമ്മൾ 2 ഇഞ്ച് എടുക്കുക. ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് താഴത്തെ ഭാഗം, അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിൽ ഓപ്പണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗം നമ്മൾ 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതുപോലെയാണ് നമ്മുടെ കുർത്തി കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ബട്ടൺസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോട്ട് കോളർ വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഇതുപോലെ നമ്മളൊരു ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെ നല്ല നീറ്റായിട്ടാണ് ബാക്ക് സൈഡും വരുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.